الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധ്യൻ അള്ളാഹുവിനെ പരിപൂർണമായി കൃത്യമായി വ്യക്തമായി അറിഞ്ഞവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനറിയാം. മുഅ്മിനീങ്ങൾ, അവന്റെ ദാസന്മാർ എങ്ങനെയൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അത് അല്ലാഹു തആല ഖുർആനിലൂടെ റസൂലിലൂടെ അവരുടെ വിജയത്തിന് ആധാരമായ ഒരു ഖദർ, അളവ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അള്ളാഹുവിൻ്റെ സവിശേഷതകൾ നാം ചർച്ച ചെയ്തു വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു വിശേഷണമാണ് അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്. പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് പാശ്ചാത്താപ മനോഭാവമുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്നത്. അള്ളാഹു ഗഫൂറാണ്, അവൻ ഗഫാറാണ്. ഒന്ന് ഫഊൽ, ഗഫൂർ, ഗഫാർ, ഫആൽ. അറബി വ്യാകരണ ശാസ്ത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇബ്നു മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ഫആലുൻ ഔ മിഫആലുൻ ഔ ഫാഉലു ബികസറത്തിൻ നം ഫാഇലിൻ ബാദിലു. അതായത് ധാരാളം എന്ന ഒരർത്ഥം അതിനുണ്ട്. ധാരാളമായി പുറത്തു കൊടുക്കുന്നവൻ. ഗഫൂർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാപവും പൊറുക്കുന്നവനാണ്. ഗഫാർ എന്ന് പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിനാണെങ്കിലും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സമാധാനം കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് അവൻ ഗഫൂറാണ്, ഗഫാറാണ് എന്നത്. അള്ളാഹു നമ്മളോട് ഇസ്തിഗ്ഫാർ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പാപമോചനം തേടണം. എന്തിനാ അള്ളാഹു ആവശ്യപ്പെടുന്നത്? നമ്മുടെ ഇസ്തിഗ്ഫാർ സ്വീകരിച്ച് പാപങ്ങൾ പുറത്തു തരാനാണ്. അള്ളാഹു തൗബ ആവശ്യപ്പെടുകയാണ്. എന്തിന്? ആ തൗബ സ്വീകരിക്കാനാണ് അള്ളാഹു തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ മനുഷ്യന്റെ ബലഹീനത, അവന്റെ ദൗർബല്യത കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. ചില സന്ദർഭങ്ങളിൽ ചില ദേഹേച്ഛകളുടെ താല്പര്യങ്ങളുടെ സ്വാധീനത്തിന് അകപ്പെട്ടു പോകും.
അങ്ങനെ ഉണ്ടായാൽ ഞാൻ ആകെ നശിച്ചു പോയി, ഇനി ഒരിക്കലും വിജയമില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുകയല്ല, പരിവർത്തനപ്പെടാൻ ശ്രമിക്കുകയാണ്, അള്ളാഹുവിങ്കലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. കാരണം അള്ളാഹു ഗഫൂറാണ്, അവൻ ഗഫാറാണ്. പാപം ചെയ്തു പോയാൽ ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. കാരണം ഇവിടെ വെച്ച് പോകാൻ അള്ളാഹു അനുവദിക്കില്ല. ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് എടുത്തിട്ട് വേണം മരിച്ചു പോകാൻ. മഹ്ശറയിലേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോകണം. ദുനിയാവ് അത് എന്തൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ, കയ്യിലുണ്ടോ, അതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും. ചെയ്ത പാപങ്ങൾ എടുത്തിട്ട് തന്നെ പോകണം. അപ്പൊ എന്ത് ചെയ്യും? ഖബറിൽ അതുണ്ടാകും, മഹ്ശറയിൽ ഉണ്ടാകും. ആകെ ബേജാറാണ്. അള്ളാഹു ഗഫൂറാണ്, അവൻ ഗഫാറാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ ഈ സവിശേഷത, അവൻ പാപം പൊറുക്കുന്നവനാണ്, എത്ര വലിയ പാപവും പൊറുക്കും എന്നുള്ള ഈ സവിശേഷത തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണയല്ല, മറിച്ച് തെറ്റ് തിരുത്താനുള്ള പ്രചോദനമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന 2 ഹദീസുകൾ, സഹീഹായ ഹദീസ് തന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു തആല പറഞ്ഞതായിട്ട് സഹീഹായ ഹദീസാണ്, ലൗ അന്നക്കും ലം തകുൽ ലക്കും ദുനൂബുൻ യഗ്ഫിറുഹു അല്ലാഹു ലക്കും. റസൂലുള്ളാഹിയുടെ ഹദീസ്, ലൗ അന്നക്കും ലം തകുൽ ലക്കും ദുനൂബുൻ യഗ്ഫിറുഹു അല്ലാഹു ലക്കും. അള്ളാഹു തആല പുറത്തു തരേണ്ടതായ പാപം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, തെറ്റുകുറ്റങ്ങളില്ലെങ്കിൽ, ലജാ അല്ലാഹു ബിഖൗമിൻ ലഹും ദുനൂബുൻ യഗ്ഫിറുഹാ ലഹും. അള്ളാഹു തആല നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു വിഭാഗത്തെ കൊണ്ടുവരും. അവർക്ക് തെറ്റുകുറ്റങ്ങളുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കേണ്ടതായ തെറ്റുകുറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു നാഥന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. റസൂല് പറയാം, ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ ചെയ്യുന്നില്ലെങ്കിൽ, ലദഹബല്ലാഹു ബിക്കും, അല്ലാഹു നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, മാറ്റും. വലജാഅ ബിഖൗമി യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ്, തെറ്റ് ചെയ്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ജനവിഭാഗത്തെ അല്ലാഹു കൊണ്ടുവരും. ഫയഗ്ഫിറു ലഹും, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസിന്റെ ബാഹ്യഭാഗം അത് വെച്ച് ആലോചിച്ചാൽ എങ്ങനെങ്കിലും തെറ്റ് ചെയ്യണം, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന ഒരു പ്രചോദനമായി അല്ലെങ്കിൽ പറയുന്നതായിട്ടാണ് തോന്നുക. യഥാർത്ഥത്തിൽ അതല്ലിത്. പിന്നെന്താണ്? തെറ്റ് ചെയ്യുന്ന ആളുകൾ 2 വിഭാഗമാണ്. ഒരു വിഭാഗം അവർ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാതെ അതിനെ അവഗണിക്കുന്ന, അത് ശരിയായി തോന്നുന്ന നിലപാടിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പാശ്ചാത്താപം ഉണ്ടാവൂല, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കുഴപ്പാണ്. കാരണം അവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അവരോട് നീ ഇത് ചെയ്തതെന്താ, അത് മോശമല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഉണ്ടോ ഒരു വിഷയം, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ നമ്മുടെ നാട്. ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള ന്യായീകരണം. അപ്പൊ സ്വന്തം ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് സാധാരണ പ്രവർത്തനമായി അതിനെ കാണുന്ന ഒരു ഏർപ്പാട്. നമ്മൾ വിചാരിക്കുന്നത് വേറെ എവിടെയോ ഉള്ളത്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലില്ലേ? പാശ്ചാത്യന്മാർ ലിവിങ് ടുഗദറൊക്കെ വിവാഹമില്ലാതെ വിവാഹിതരെ പോലെ ജീവിക്കുന്ന പരിപാടി നടത്തുമ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്താ നടത്തുന്നത്? പണ്ട് കാലത്തൊക്കെ ഒരു നിശ്ചയം എന്ന പരിപാടി ഉണ്ടായി. നിശ്ചയം എന്ന് പറഞ്ഞാൽ നാട്ടുകാരന്മാരും മഹലിന്റെ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു ഡേറ്റ് കാണുക. എന്തിന്? അന്നത്തെ ദിവസം വേറെ കല്യാണമോ പരിപാടിയോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാറിയിട്ട് ഇപ്പൊ ഉറപ്പിക്കലായി. ഇപ്പൊ നിശ്ചയമല്ല, ഉറപ്പിക്കുക. നിക്കാഹാണോ അല്ല. ഈ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഒരു ഫോണ് കൊടുക്കും ചെറുക്കൻ പെണ്ണിന്റെ കയ്യിൽ, പിന്നെ വിളിയാണ്. എന്നിട്ട് വീട്ടുകാർ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഓരിപ്പം അത്യാവശ്യം പുറത്തു പോകാറുണ്ട്, പുറത്തു എന്ന് പറഞ്ഞ ബീച്ചിലൊക്കെ പോകാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ രാത്രി ഇങ്ങ് തിരിച്ചെത്തും കേട്ടോ. അവിടൊക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഈ രൂപത്തിൽ അവിഹിത ബന്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരു തെറ്റല്ല, കുറ്റമല്ല എന്ന രൂപത്തിൽ. പലിശയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഒരു തെറ്റല്ല, കുറ്റമല്ല എന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഹദീസിലുള്ളത്. അതായത്
തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും അത് തെറ്റാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ, മാനസികമായ പ്രയാസമോ വേദനയോ ഇല്ലാതെ, പാശ്ചാത്താപ മനോഭാവമില്ലാതെ നിങ്ങൾ അതിലകപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, പാശ്ചാത്താപ മനോഭാവമുള്ള, തെറ്റിനെ സംബന്ധിച്ച് ധാരണയുള്ള, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന, അതുവഴി അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. ഈ രൂപത്തിൽ അവഗണനയാണോ, പരിപൂർണമായ അവഗണനയാണോ, തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കുന്ന സ്വഭാവമാണോ, അവരുടെ പരീക്ഷ കഴിഞ്ഞു, അവരെ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല, അവരുടെ പരീക്ഷ കഴിഞ്ഞു. കാരണം അവർക്ക് പുറത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പാശ്ചാത്താപമില്ല. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് എന്ന് പറഞ്ഞാൽ, കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അത് പുറത്തു കൊടുക്കണം, പുറത്തു കിട്ടണം എന്ന സമ്മർദ്ദം മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ലെങ്കിൽ, അതിനൊരു പരിഗണന മനുഷ്യൻ കൽപ്പിക്കുന്നില്ലെങ്കിൽ അള്ളാഹ് എന്ത് പരിഗണിക്കാനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചത് സൂറ ഫുർഖാനിൽ നമുക്ക് ഓതാവുന്നതാണ്. അപ്പോ നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലം തശ്ഉറൂ ബിദുനൂബിക്കും, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ, നിങ്ങൾക്ക് അത് കാരണമായി മാനസിക പ്രയാസവും വേദനയും പാശ്ചാത്താപ ചിന്താഗതിയും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. പാശ്ചാത്താപ മനോഭാവമുള്ള ജനവിഭാഗത്തെ അല്ലാഹു തആല കൊണ്ടുവരുന്നതാണ്. അല്ലാഹു തആല വിളിക്കുകയാണ്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ ആളുകളെ, ലാ തഖ്നതു ബിറഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ കരുണയുള്ളവനാണ്, അവനെല്ലാം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം സൂറ സുമറിൽ 54-ാമത്തെ ആയത്തിൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, അതുകൊണ്ട് വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. തെറ്റ് ചെയ്തു പോയെങ്കിൽ, കുറ്റം ചെയ്തു പോയെങ്കിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. വഅസ്ലിമു ലഹു, അവന് കീഴ്പ്പെടണം. മിൻ ഖബ്ലി അൻ യഅതിയൽ അദാബ്, ശിക്ഷ വരുന്നതിന് മുമ്പ്. നിങ്ങൾ മടങ്ങുന്നില്ലെങ്കിൽ, നിങ്ങൾ പാശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ഗഫൂർ ഗഫാർ എന്ന വിശേഷണം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നാലെ വരാനിരിക്കുന്നത് അദാബാണ്. സുമ്മ ലാ തുൻസറൂൻ, പിന്നെ സഹായം കിട്ടൂല. ഇവിടെ വെച്ച് തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് തിരിച്ചു പോകണം എന്ന ആഹ്വാനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ തെറ്റ് സംഭവിക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്, നിലപാടാണ് വിഷയം. തെറ്റ് സംഭവിച്ചു പോയാലുള്ള നിലപാട്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ പറഞ്ഞത്, വല്ലാഹി ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ, ഒരു ദിവസം 70 ചില്ലാനം തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. 100 എന്നും റിപ്പോർട്ടിലുണ്ട്, എണ്ണമല്ല വിഷയം. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, വസ്തഗ്ഫിർ ലിദംബിക്, റസൂലിനോടുള്ള കൽപ്പനയാ. താങ്കളുടെ ദമ്പ് തെറ്റുകുറ്റങ്ങൾക്ക് താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ആ കൽപ്പന പാലിക്കുകയാണ്. വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ നടത്തുക അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂലിന് തെറ്റുകുറ്റങ്ങളുണ്ട്, റസൂല് പാപം ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലല്ല. ആമായ വ്യാപകമായ ഇസ്തിഗ്ഫാർ മനുഷ്യനാണോ എല്ലാ മനുഷ്യനും ചെയ്തിരിക്കണം. എന്നാൽ ഖാസായ ഇസ്തിഗ്ഫാർ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക പാപം ചെയ്തു പോയ വകയിലുള്ള ഇസ്തിഗ്ഫാർ അത് വാജിബാണ്, നിർബന്ധമാണ്. അതത് ചെയ്ത ആളുകൾക്ക് തന്നെയാണ് നിർബന്ധമാകുന്നത്. അല്ലാതെ ഒരു മനുഷ്യനാണോ മനുഷ്യൻ എന്ന നിലക്ക് സദാ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. അതെത്ര വലിയ ആളാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്തു പോയാലോ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറ ഫുർഖാനിൽ തന്നെ പറഞ്ഞു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളോട് പ്രാർത്ഥിക്കാത്തവർ, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്,
അകാരണമായി അള്ളാഹു നിഷിദ്ധമാക്കിയ കൊലപാതകം ചെയ്തവർ ചെയ്യുകയില്ല. വലായസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല, അഥവാ ശിർക്ക് ചെയ്യുകയില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയില്ല, കൊലപാതകം ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ദാസന്മാരെ സംബന്ധിച്ച്, പരമകാരുണ്യകന്റെ ദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തു പോയാൽ അവർ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇരട്ടിയായി അവർക്ക് ശിക്ഷ നൽകപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, അപമാനിതനായി ആ ശിക്ഷയിൽ നിരന്തരമായി കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, പാശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ, വിശ്വാസം ശരിയാക്കിയവരൊഴികെ, പ്രവർത്തനം നന്നാക്കിയവരൊഴികെ എന്ന് പറഞ്ഞിട്ട് അവരെ അള്ളാഹു പ്രശംസിക്കുകയാണ്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ ചീത്ത കാര്യങ്ങളെ നല്ലതാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. എന്താ പറഞ്ഞത്? നിലപാടിന് മാറ്റമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹു തആല വല്ലാഹു വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. തൗബയുടെ മുമ്പ്, പാശ്ചാത്തപിക്കുന്നതിന് മുമ്പ് ആള് ബഖീലായിരുന്നു, ലുബ്ധനായിരുന്നു, മോശമായ പ്രവർത്തനാണ്. ഇപ്പോ നല്ലോണം സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ചീത്ത കാര്യം നല്ലതാക്കി അല്ലാഹു തആല തൗബയിലൂടെ മാറ്റിക്കൊടുക്കുകയാണ്. അതുപോലെ തൗബ ചെയ്യുന്നതിന് മുമ്പ് ആളെ വിശ്വസിക്കാൻ കൊള്ളില്ലായിരുന്നു, ഇപ്പൊ വിശ്വസ്തനാണ്. അതുപോലെ അവന്റെ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി തൗബ ചെയ്ത് നന്നായി. അതാണ് അവന്റെ ചീത്ത കാര്യങ്ങളൊക്കെ തൗബയിലൂടെ അല്ലാഹു തആല നല്ലതാക്കി മാറ്റിക്കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പൊ മനുഷ്യൻ മുഖയ്യറാണ്, അവൻ ഒരിക്കലും ഒരു നിലപാടില് മാത്രം ഉറച്ചു നിൽക്കുന്നവനല്ല. അവന് നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഹഖ് സ്വീകരിക്കാനും ബാത്തിൽ സ്വീകരിക്കാനുമുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെയാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ആ മനുഷ്യർ എല്ലാവർക്കും അല്ലാഹു തആല കൊടുത്ത ദീന് ഒരേ ദീനാണ്. മുർസലീങ്ങൾക്ക് കൊടുത്ത ദീന് അത് തന്നെയാണ് അല്ലാഹു നമുക്കും നൽകിയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മുർസലീങ്ങളോടുള്ള കൽപ്പിച്ചത് എന്താണോ അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. ചില ആളുകൾ പറയും അതൊക്കെ റസൂലിനൊക്കെ കഴിയും, അതല്ലെങ്കിൽ ഔലിയാക്കന്മാർക്കൊക്കെ കഴിയും, സ്വാലിഹീങ്ങൾക്കൊക്കെ കഴിയും. നമ്മളാര്? നമ്മൾ വളരെ മോശക്കാരായ പിൽക്കാലത്ത് ജീവിക്കുന്ന ആളുകളല്ലേ എന്ന്. ആ പറയുന്നതിന്റെ അർത്ഥം എന്താ? അവരുടെ ദീനൊന്ന് വേറെ, നമ്മുടെ ദീനൊന്ന് വേറെ എന്നാണോ പറയുന്നത്? അങ്ങനെ ഇല്ലല്ലോ. അവരോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് നമ്മളോട് കൽപ്പിച്ചത്. പിന്നെ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദീനിലല്ല വ്യത്യാസം, മറിച്ച് മഖാമിലാണ്, സ്ഥാനത്തിലാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കി എന്നതിലാണ് വ്യത്യാസം. അവര് നല്ലോണം പ്രാവർത്തികമാക്കി, അതുകൊണ്ട് അവർ ഉന്നതന്മാരായി. അതിന്റെ അർത്ഥം നമ്മൾ ദീനിൽ നിന്ന് മുക്തരാകാൻ അനുവാദം ലഭിച്ച ആളുകളാണ് എന്നല്ല. നമ്മോട് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യനോട് അവന് ചെയ്യാൻ കഴിയുന്നതല്ലാതെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ചില ആളുകൾ പറയും എനിക്കങ്ങനൊന്നും കഴിയൂല. നമ്മുടെ കഴിവ് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, നമ്മളെ സൃഷ്ടിച്ച അല്ലാഹുവാണ് തീരുമാനിച്ചത് നമുക്കെന്ത് കഴിയുമെന്ന്. നമുക്ക് സാധിക്കുന്നതാണ് നമ്മളോട് അല്ലാഹു തആല കൽപ്പിച്ചത്. ചില ആളുകൾ പറയും അവരുടെയൊക്കെ, ആ മുൻഗാമികളുടെയൊക്കെ ചെരുപ്പിൽ അള്ളിപ്പിടിച്ച ഒരു പൊടിയാകാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ അത്രത്തോളം അല്ല എന്നൊക്കെ പറയാറുണ്ട്. ആര് പറഞ്ഞു നമ്മൾ നബിയാണെന്ന്? ആര് പറഞ്ഞു നമ്മൾ സഹാബികളെ പോലെയാണെന്ന്? ഒരിക്കലും അല്ല. അവരൊക്കെ ഒരുപാട് പ്രഗത്ഭന്മാര് തന്നെയാ. പക്ഷെ അതിന്റെ അർത്ഥം അവരോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നല്ല, മറിച്ച് അതിന്റെ അർത്ഥം അവര് ജീവിച്ച അതേ ദീന് തന്നെയാണ് നമ്മുടെ ദീനും. അവര് പ്രാക്ടീസ് ചെയ്തത് കുറച്ച് ഉന്നത രീതിയിലായി, അതുകൊണ്ട് അവർ ഉന്നതന്മാരായി എന്നതാണ്.
പരിവർത്തനമാണ് ദീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിത്രയേ കഴിയൂ, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അവരോടൊക്കെ ദുആ ചെയ്താൽ മതി എന്നതല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. വളരെ വ്യക്തമായി കൃത്യമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു ക്ലാസ് റൂം എടുത്താൽ ആ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ ഒരുപോലെ തന്നെ, ചോക്കും ബോർഡും ഒക്കെ ഒരുപോലെ തന്നെ. പക്ഷേ ചില ആളുകൾ ക്ലാസ് എടുത്താൽ നല്ലോണം മനസ്സിലാകും, നല്ല മെച്ചുണ്ടാകും, നല്ല ക്വാളിറ്റി ഉണ്ടാകും. എന്നാൽ ചില ആളുകൾ ക്ലാസ് എടുത്താലോ തീരെ മനസ്സിലാവൂല, വളരെ മോശമായിരിക്കും. അപ്പോ വേണ്ടതൊക്കെ ഒന്ന് തന്നെയാണ്, ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത ആളുകൾ ചെയ്തു നോക്കുമ്പോ അവരുടെ സ്ഥാനം കൂടി മഖാമ് കൂടി അത്രേ ഉള്ളൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് അത് തന്നെയാണ് സ്വഹാബത്തിനോട് കൽപ്പിച്ചത്, അത് തന്നെയാണ് മുഅ്മിനീങ്ങളോട് പറയുന്നത്. എല്ലാവരും ബാധ്യസ്ഥരാണ് ദീൻ അനുസരിച്ച് ജീവിക്കാൻ. അതിൽ പിഴവുകൾ ഉണ്ടാകും. അങ്ങനെ പിഴവുണ്ടായാൽ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹിനോട് പറയാ, ഒന്ന് പുറത്തു തരണമെന്ന് അല്ലാഹു തആല വിളിക്കുകയാണ്. പുറത്തു തരാൻ സന്നദ്ധനാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് നിരന്തരമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു ഗഫാറാണ്, അവൻ ഗഫൂറാണ്. ഈ ഇസ്മിന്റെ പിന്നാലെ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നല്ല പാപരഹിതരായി അള്ളാഹുവിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും കൂടുതൽ ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുന്ന രംഗം ആ ദാസൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്, തൗബ ചെയ്യുമ്പോൾ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ റുകൂയിൽ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ റബ്ബി എന്ന വിളി, അള്ളാഹു ലബ്ബൈക പറയും, നമ്മെ സ്വീകരിക്കും. സുജൂദിൽ റബ്ബി എന്ന് പറയുമ്പോൾ അള്ളാഹു ലബ്ബൈക പറഞ്ഞ് നമ്മെ സ്വീകരിക്കും. ഏത് ഇബാദത്തിന്റെ വേളയിലും റബ്ബി എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മെ സ്വീകരിക്കും. എന്നാൽ ഒരു കുറ്റവാളി, അവൻ കുറ്റം ചെയ്തു പോയി എന്ന ബോധത്തോടു കൂടി റബ്ബി എന്ന ഒരു വിളി വിളിച്ചാൽ ലബ്ബൈക സുമ്മ ലബ്ബൈക്, അള്ളാഹു വല്ലാതെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടവനാണ് അള്ളാഹു. ഒരു നബിയും ആവശ്യപ്പെട്ടിട്ടില്ല ഇത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ല, നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്നോട് പാശ്ചാത്തപിക്കുവേൻ, ഞാൻ ഇടപെടാം. ഈസാ അലൈഹിസ്സലാം പറഞ്ഞില്ല, നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്നോട് പാശ്ചാത്തപിക്കുവേൻ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ ഇടപെടാം. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞില്ല, നിങ്ങൾ എന്നോട് പാശ്ചാത്തപിക്കുവേൻ, ഇസ്തിഗ്ഫാർ നടത്തുവേൻ. പറഞ്ഞത് അള്ളാഹുവാണ്. എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും നിങ്ങൾ തിരിച്ചു വരൂ, ഞാൻ സ്വീകരിക്കാം. അള്ളാഹു തആല സ്വീകരിക്കും. എത്രത്തോളം സന്തോഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥയിലൂടെ ഇത് പഠിപ്പിക്കുകയാണ്. ഒരു യാത്രാവേളയിൽ ഒട്ടകത്തിന്റെ പുറത്തുള്ള തന്റെ യാത്രാ ഭണ്ഡാരങ്ങൾ മുഴുവനും ഒട്ടകവും എല്ലാം നഷ്ടപ്പെട്ടു പോയ വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ മരണം മുന്നിൽ കാണുകയാണ്. എവിടെയും രക്ഷപ്പെടാനില്ല, വെള്ളം കുടിക്കണം, ഒക്കെ ഒട്ടകത്തിന്റെ പുറത്താണുള്ളത്. നോക്കി നടന്നു. അവസാനം ക്ഷീണിതനായ ആ വ്യക്തി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് സന്തോഷം കൊണ്ട് മതിമറന്ന്
ആ മനുഷ്യനോട് പറഞ്ഞു പോകുന്നു, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക്. വാക്ക് മാറിപ്പോയി. അല്ലാഹുവേ, നീ എന്റെ അടിമയാ, ഞാൻ നിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞു പോയി അദ്ദേഹത്തോട്. റസൂലുള്ള പറയാ, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞത് വരെ മാറിപ്പോയി. ആ മനുഷ്യനേക്കാൾ ഒരു തെറ്റുകാരനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോ അള്ളാഹു താല സ്വീകരിക്കും. നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തിരിച്ചു കിട്ടിയ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയേക്കാൾ അള്ളാഹുവിൽ നിന്ന് വിട്ടോടിപ്പോയ ഒരു മനുഷ്യൻ, തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ തിരിച്ച് അള്ളാഹുവിലേക്ക് വരുമ്പോ സന്തോഷിക്കുമെന്ന് പറയുമ്പോ പിന്നാരെ കാത്തു നിൽക്കാനാ, പിന്നാരോട് പറയാനാ അള്ളാഹുവിനോടല്ലാതെ. അതുകൊണ്ട് തന്നെ എന്തെല്ലാം ഓഫറുകളാണ് റബ്ബ് നമുക്ക് നൽകുന്നത്. മനസ്സിൽ തോന്നിപ്പോയി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ. മനുഷ്യനല്ലേ ഹദീസുൻ നഫ്സ്, മാനസിക മന്ത്രം ആർക്കും ഇല്ലാതിരിക്കില്ല. അങ്ങനെ എന്തൊക്കെയോ തോന്നിപ്പോയി മനസ്സിൽ. അള്ളാഹു അത് രേഖപ്പെടുത്താൻ മലക്കുകളോട് പറയുന്നില്ല, അത് എഴുതി വെക്കുന്നില്ല. കാരണം അത് വസ്വസത്തു ശൈത്താൻ, ശൈത്താനാണ് അതിന്റെ പ്രേരണ നൽകിയത്. ഈ മനുഷ്യന്റെ പ്രവൃത്തി അല്ലത്, അത് ശൈത്താന്റെ പ്രേരണയാണ്. ഇവന്റെ റെക്കോർഡിൽ അത് എഴുതി വെക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു അത് രേഖപ്പെടുത്തുന്നില്ല. നേരെ മറിച്ച് ഒരു ഹൈറായ പ്രവർത്തനം ചെയ്യാൻ തോന്നിയാലോ അതൊരു ഹസനത്തായി അള്ളാഹു താല രേഖപ്പെടുത്താൻ മലക്കുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. എത്രയാണ് നമുക്ക് അള്ളാഹു നൽകുന്ന പരിഗണന! ഒരു നല്ല കാര്യം ചെയ്താലോ പ്രവൃത്തി പദത്തിലേക്ക് വന്നാലോ അത് 10ആയും ഇഖ്ലാസിന്റെ കട്ടിയും കനവും അനുസരിച്ച് അതിൽ കൂടുതലായും അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. നേരെ മറിച്ച് ചെയ്തത് ഒരു തെറ്റാണെങ്കിലോ അതൊരൊറ്റ തെറ്റായി ഒരു കുറ്റമായി മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. എപ്പോഴാണോ നന്നാകണമെന്ന് തോന്നുന്നത് അപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റബീഉൽ അവ്വൽ പറഞ്ഞിരിക്കുകയാ. ഇനി സമൂഹത്തോട് ആളുകൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ റസൂലിനോട് പാപമോചനം തേടിയാൽ മതി. അതിന് വട്ടത്തിലിരിക്കണം, അതിന് പല പദ്യങ്ങളും ചൊല്ലണം, അതിന് പ്രത്യേക ഇബാദത്തിന്റെ രൂപമുണ്ടാക്കണം. ഇതൊക്കെയല്ലേ പരിപാടി? ഗഫൂർ പഠിക്കണം, ഗഫാർ പഠിക്കണം, ആരാണ് പാപം പുറത്തു തരുന്നവനെന്ന് പഠിക്കണം, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം, എങ്കിൽ സ്വർഗമുണ്ട്. അതാണ് മാർഗം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം. അതാണ് സഹാബത്തിന്റെ മാർഗം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെ ഏകനായ റബ്ബിനോട് മാത്രം കുറ്റങ്ങൾ ഏറ്റുപറയുന്നവനാണ് ഏകദൈവ വിശ്വാസി. മറ്റാരോടും തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്നത് ചെയ്ത തെറ്റിനേക്കാൾ വലിയ പാപമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ക്രിസ്ത്യാനികൾക്ക് പള്ളിയിലെ അച്ഛന്റെ മുന്നിൽ പോയി കുമ്പസരിക്കലുണ്ടെങ്കിൽ നമുക്കതില്ല. നമ്മുടെ കുമ്പസാരം, നമ്മുടെ ഏറ്റുപറച്ചൽ അള്ളാഹുവിന്റെ മുന്നിലാ. ഒരാളോടും ഞാൻ ഇന്ന് തെറ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല. അത് ഇണകൾ തമ്മിലാണെങ്കിൽ പോലും ആരോടും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു തിരിച്ചു ചോദിക്കും, ഞാൻ മറച്ചു വെച്ചത്, നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചത്, ആരും അറിയാതെ ഞാൻ മറച്ചു വെച്ചത് നീ തന്നെ പരസ്യപ്പെടുത്തിയാണോ എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് പരിവർത്തനമാണ് വേണ്ടത്, ഇസ്തിഗ്ഫാറാണ് വേണ്ടത്. അത് അള്ളാഹുവോടാണ് പറയേണ്ടത്. അതിനാണ് അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫാറാണ്, അത് ജീവിതത്തിൽ ഉണ്ടാകണേ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉപദേശിക്കുന്നത്. ഈ സിഫത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു പരിവർത്തനത്തിന് ശ്രമിക്കുക, എത്രയും പരിവർത്തനപ്പെടാൻ ശ്രമിക്കുക. ഒരേ സ്റ്റേജിൽ തന്നെ നിൽക്കാതിരിക്കുക, നിരന്തരമായി മുന്നേറിക്കൊണ്ടിരിക്കുക. മഖാമാത്തുകൾ, നമ്മുടെ സ്ഥാനം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഗഫൂറായ റബ്ബ്, ഗഫാറായ റബ്ബ് നമ്മുടെ എല്ലാ അപാകതകളും പുറത്തു തരുമാറാകട്ടെ. റഹീമായ റബ്ബേ, റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, ഗഫാറായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ അപാകതകളും തിരുത്തി നന്നാകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ എല്ലാം പുറത്തു കൊടുത്ത സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അവസാനം കലിമ ചൊല്ലി, ബോധപൂർവം കലിമ ചൊല്ലി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.